പ്രിയ സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളെ, എന്നെ ഞാൻ ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പെരുമ്പാവൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയാണ്. സെപ്റ്റംബർ 21 കേരളത്തിലെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി, കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മോട് വിട പറഞ്ഞ പ്രിയ സഖാവ് MM ലോറൻസ് നമ്മളോട് വിട പറഞ്ഞിട്ട് സെപ്റ്റംബർ 21 ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. സഖാവിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാവിൻ്റെ ഓർമ്മ പുതുക്കി നമുക്ക് ആരംഭിക്കാം. എറണാകുളം മുളവുകാട് ഗ്രാമത്തിലെ യഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന സഖാവ് MM ലോറൻസ് ജീവിതകാലം മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു. സഖാവ് വേർപിരിഞ്ഞിട്ട് സെപ്റ്റംബർ 21 ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സഖാവ് ദേശീയ പ്രസ്ഥാനത്തിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും പാർട്ടിയിലുമെത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ട്രേഡ് യൂണിയനുകളും കെട്ടിപ്പടുക്കുന്നതിൽ ലോറൻസ് വഹിച്ച പങ്ക് ചെറുതല്ല. എത്ര ഭീകരമർദ്ദനവും അദ്ദേഹത്തെ തളർത്തിയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ധീരനാക്കുകയും ചെയ്തു. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ 22 മാസക്കാലത്തോളം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞ സഖാവ് ഇന്ത്യ ചൈന യുദ്ധകാലത്തും അടിയന്തരാവസ്ഥക്കാലത്തും ജയിലിലടയ്ക്കപ്പെട്ടു. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ലോറൻസ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ സെക്രട്ടറി മുതൽ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, LDF കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1980 ഇടുക്കിയിൽ നിന്നും ലോകസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി കോർപ്പറേഷൻ രൂപീകരിച്ച 1969 മുതൽ 79 വരെ കൗൺസിലറായിരുന്നു. ദേശാഭിമാനി നിരോധിച്ച കാലത്ത് എറണാകുളത്തു നിന്ന് പ്രസിദ്ധീകരിച്ച നവലോകത്തിൻ്റെ ചുമതലക്കാരനായി ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായും വിതരണക്കാരനായും പ്രവർത്തിച്ചു. തൊഴിലാളി വർഗത്തിൻ്റെ കരുത്തും സർഗാത്മകതയും വർദ്ധിപ്പിക്കാൻ പ്രവർത്തിച്ച പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ലോറൻസ്. മുളവുകാട് മടമാക്കൽ വീട്ടിൽ അവര മാത്യുവിൻ്റെയും മേരിയുടെയും 12 മക്കളിൽ 4-മനായി 1929 ജൂൺ 15 ജനനം. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ആകൃഷ്ടനായി. പാർട്ടി പ്രവർത്തനം ദുഷ്കരമായ കാലത്ത് തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യങ്ങൾക്കും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി അതിശക്തമായ പോരാടിയ നേതാവാണ് സഖാവ് MM ലോറൻസ്. കൊടിയ മർദ്ദനങ്ങൾക്കും ദീർഘകാലം ജയിൽവാസത്തിനും വിധേയനായ അദ്ദേഹം CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും നൽകിയ സംഭാവന വിലമതിക്കാനാകില്ല. അവസാന ശ്വാസം വരെ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത നേതാവായിരുന്നു ലോറൻസ്. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആവേശം പകരുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സമരധീരമായ ആ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം നമുക്ക്.
സഖാവ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. സഖാവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിനെയും തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോരടിച്ച ധീരനായ പോരാളി പ്രിയ സഖാവ് എം ലോറൻസ്. തൊഴിലാളികൾ ഉള്ളിടത്തോളം കാലം സഖാവിനെ മറക്കുവാൻ ആർക്കും കഴിയുകയില്ല. സഖാവിൻ്റെ വേർപാട് പൊതു പ്രസ്ഥാനത്തെ മാത്രമല്ല, കേരളത്തിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും വേദനിപ്പിക്കുന്ന ഒരു വിയോഗം തന്നെയാണ്. സഖാവ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, സഖാവ് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞ് സെപ്റ്റംബർ 21 ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ രാജ്യം വെട്ടിമുറിക്കപ്പെടുകയാണ്. ഈ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കുവാനും മതേതരത്വത്തെ സംരക്ഷിക്കുവാനും മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണായി നമ്മുടെ ഭാരത മണ്ണിനെ കെട്ടിപ്പടുക്കുവാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നാളുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ജനിച്ചു വളർന്ന നമ്മുടെ ഭാരത മണ്ണിനെ നമ്മൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ ഭാരതനാടിനെ വീണ്ടും പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ആ പോരാട്ടമാണ് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനുള്ള ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിനൊപ്പം നമ്മളും അണിചേരുക. ലോറൻസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യവും ലോറൻസ് കണ്ട സ്വപ്നവും നമ്മൾ സാക്ഷാത്കരിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലോറൻസിൻ്റെ വിയോഗം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പോരാട്ടത്തിൽ നിലച്ചു പോകുമ്പോഴും നമുക്ക് മുമ്പിൽ അവർ കാട്ടിത്തന്ന വഴികൾ, അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, അവർ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ കാൽപ്പാടുകൾ, അവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് പിന്നാലെ അവരുടെ സ്വപ്നങ്ങളായി നമ്മൾ ഈ മണ്ണിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം അത് സാക്ഷാത്കരിക്കുവാനുള്ള പോരാട്ടത്തിലാണ് ഓരോ ഇടതുപക്ഷ പ്രവർത്തകൻ്റെയും മുന്നോട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവൻ്റെ ജീവനായി നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യം വാനിലുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓരോ പോരാട്ടത്തിലും ഓരോ മുന്നോട്ട് പോക്കിലും നമ്മുടെ മുദ്രാവാക്യം, നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിനായി നമുക്ക് മുന്നോട്ട് അടിപതറാതെ മുന്നോട്ട് നീങ്ങാം സഖാക്കളെ. സെപ്റ്റംബർ 21 സഖാവിൻ്റെ വിയോഗത്തിൽ നമ്മൾ അനുസ്മരണ ദിനം കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖാവിൻ്റെ വിയോഗം നമുക്ക് വേദനകൾ സമ്മാനിച്ചിരുന്നു എങ്കിലും നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയൊരു പോരാട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒട്ടനവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ ചരിത്രപരമായ വിജയം കൈവരിച്ചു കൊണ്ടുള്ള വികസന നേട്ടങ്ങൾക്ക് തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയും തകർത്തെറിയുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പടക്കം നമുക്ക് ഒരു സെമി ഫൈനലായി കണ്ടുകൊണ്ട്
കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ നമുക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ശക്തമായ വേരോട്ടത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മൾ ഓരോ സഖാക്കളും രംഗത്ത് വരേണ്ട കാലഘട്ടമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം വട്ടത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സെമി ഫൈനലായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ദീർഘമായി ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും എനിക്ക് സംസാരിക്കുവാൻ ഈ ഒരു വേദി ഒരുക്കി തന്ന പ്രിയ സഖാവ് സുരേഷ് കുമാറിനും അതുപോലെ തന്നെ അധ്യക്ഷൻ വിജീഷ് എടപ്പാളിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പെരുമ്പാവൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെയും ഹെർലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെയും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടിപതറാതെ നമുക്ക് മുന്നേ നടന്നു നീങ്ങിയ പ്രിയ സഖാക്കൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, നൂറുകണക്കിന് രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവപ്പിച്ച ചെഞ്ചോര ചിന്തിയ ചെങ്കൊടി മാറോടണച്ച് പിടിച്ചുകൊണ്ട് ഈ കൊടിക്കീഴിൽ മരിച്ചു വീഴുമ്പോഴേ ഈങ്കുലാബ് ഏറ്റുപാടുമെന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയ സഖാക്കൾക്ക് എൻ്റെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ.